പക്ഷേ പിടിച്ചു തള്ളേണ്ട കാര്യമില്ലായിരുന്നാണ് പറയുന്നത് എം ഡി രമേശ്. പിടിച്ചു തള്ളിയ കാര്യം എം ഡി രമേശിന് അറിയാം. അല്ല, ഞാൻ നിങ്ങൾ പറഞ്ഞതിന് രണ്ട് മൂന്ന് കാര്യം അത് ചോദിച്ചതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ രണ്ട് മൂന്ന് കാര്യം പറയാം. ഒന്ന്, ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ മുകേഷിനെ വെച്ചുകൊണ്ട് ഒരു കോൺക്ലേവ് നടത്തുകയാണെങ്കിൽ ആ കോൺക്ലേവിനെ BJP തടയും. ഞാൻ വളരെ അസന്നിഗ്ധമായിട്ടത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ കോൺക്ലേവ് ഇടതുപക്ഷം നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ ശക്തമായിട്ട് തന്നെ BJP രംഗത്ത് വരും. ആ കോൺക്ലേവ് ഞങ്ങൾ തടയും. രഞ്ജിത്തിൻ്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്തവരാണ് ഞങ്ങൾ, മുകേഷിൻ്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്തവരാണ് ഞങ്ങൾ. ഇതൊന്നും ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ കാണിച്ചിട്ടില്ല എന്നുള്ളത് വേറെ വിഷയം, ഞങ്ങളെ ചർച്ചയ്ക്കും വിളിച്ചില്ല. പക്ഷേ കോൺക്ലേവിൽ മുകേഷിനെ പങ്കെടുപ്പിച്ചുകൊണ്ട്, നേരത്തെ ബൈജു കൊട്ടാരക്കര പറഞ്ഞതുകൊണ്ടാണ് ഞാനത് പറയുന്നത്, ഞങ്ങൾ മുമ്പിൽ വരും, ഞങ്ങൾ തടയും. സുരേഷ് ഗോപി ഉണ്ടെങ്കിലോ പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ആ വേദിയിൽ സുരേഷ് ഗോപി ഉണ്ടെങ്കിലോ? കുറേ കാര്യം പറഞ്ഞു, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞ് തീർന്നോട്ടെ ചങ്ങാതി, എന്നിട്ട് പറഞ്ഞോളൂ. രണ്ടാമത്തെ കാര്യം, പാർട്ടിയുടെ നിലപാട് വളരെ കൃത്യമായിട്ട് സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് പാർട്ടിയുടെ നിലപാട്. പാർട്ടിയുടെ കാര്യം പറയാനാണ് ഞാൻ വന്നത്. പാർട്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആരുണ്ടെങ്കിലും ആരില്ലെങ്കിലും ശരി, കോൺക്ലേവിൽ മുകേഷിനെ പങ്കെടുപ്പിച്ചാൽ ബി ഗോപാലകൃഷ്ണൻ അടക്കം മുമ്പിൽ വന്ന് അത് തടയും. അതിനകത്തൊരു കോംപ്രമൈസും ഇല്ല. ഞങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി വളരെ ശക്തമായ നിലയിൽ ഞങ്ങൾ അധിക്ഷേപിച്ചവർ. ആ റിപ്പോർട്ടിൽ വന്നിട്ടുള്ള സംഭവ വികാസങ്ങളിൽ അതിശക്തമായി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടവരാ. ഇപ്പോഴും റിപ്പോർട്ടിൻ്റെ മുകളിൽ അടയിരിക്കുന്നവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് പലരും. ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ മുമ്പിൽ മൈക്ക് ചൂണ്ടി എന്തുകൊണ്ട് MLA-യുടെ മുകേഷിൻ്റെ റെസിഗ്നേഷൻ മേടിക്കുന്നില്ല എന്ന് ചോദിക്കാൻ മൈക്കുമായിട്ട് പോകുന്ന ഒരു പത്രപ്രവർത്തകനെയും ബി ഗോപാലകൃഷ്ണൻ കാണുന്നില്ല. പക്ഷേ സുരേഷ് ഗോപിയുടെ, ഞാൻ പറഞ്ഞല്ലോ, സുരേഷ് ഗോപി പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? പാർട്ടിയുടെ നയം പാർട്ടി പ്രസിഡന്റ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് വ്യക്തിപരമാണ്. 20% മാത്രമേ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനുള്ളൂ. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ സംസാരിച്ചതാണ്. അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ പേരും പറഞ്ഞ് മുകേഷിനെ രക്ഷപ്പെടുത്താൻ ആരും ശ്രമിക്കേണ്ട. സുരേഷ് ഗോപിയുടെ പേരും പറഞ്ഞ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ CPM-നെ രക്ഷപ്പെടുത്താൻ ആരും ശ്രമിക്കേണ്ട. CPM ആണ് വാസ്തവത്തിൽ ഈ കള്ളന്മാരെ, ഈ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. ആ CPM-നെതിരെയുള്ള പടയാണ് മാധ്യമപ്രവർത്തകരും ചെയ്യേണ്ടത്. അല്ലാതെ സുരേഷ് ഗോപിയുടെ തള്ളിയിട്ടുണ്ടെങ്കിൽ, ഞാൻ തുറന്നു പറഞ്ഞല്ലോ, ഇവിടെ കോൺക്ലേവ് നടക്കാൻ പോവാണ്. ആ കോൺക്ലേവിൽ മുകേഷിന് വേണ്ടി കട്ടക്കി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ മുകേഷിനെ കുറിച്ച് മുകേഷ് രാജിവെക്കണമെന്ന് ചോദ്യം ചോദിച്ചാൽ മാധ്യമപ്രവർത്തകരെ ഒരു വ്യാഘ്രത്തെ പോലെ ചാടി വീണ് ആക്രമിക്കാൻ ശ്രമിക്കുന്ന സുരേഷ് ഗോപി എന്തായാലും മുകേഷ് പിന്തുണയുമായി ആ കോൺക്ലേവിൽ ഉണ്ടാകും. നിങ്ങളുടെ കേന്ദ്രമന്ത്രി, BJP ഭരിക്കുന്ന 3ാം മോദി സർക്കാർ മന്ത്രിസഭയിലെ BJP-യുടെ ഒരു കേന്ദ്രമന്ത്രി ആ വേദിയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ കരിങ്കൊടി കാണിക്കുമോ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, BJP-യുടെ നിലപാട് എന്താണ് എന്നുള്ളത് കേന്ദ്രമന്ത്രിയോട് ഞങ്ങൾ പറയും. ഇപ്പോൾ അദ്ദേഹം വ്യക്തിപരമായിട്ടാണ് പ്രതികരിച്ചത്. ഞങ്ങളുടെ നിലപാട്, പാർട്ടിയുടെ നിലപാട് അദ്ദേഹത്തോട് പറയും. പാർട്ടിയുടെ നിലപാട് സുരേഷ് ഗോപിയല്ല, ആര് ധിക്കരിച്ചാലും ഞങ്ങളത് അംഗീകരിക്കില്ല. ഇതൊക്കെ വളരെ കൃത്യമല്ലേ? ഇതൊക്കെ വളരെ കൃത്യമാണ്. പാർട്ടിയുടെ നയമുണ്ട്. ആ പാർട്ടിയുടെ നയം ഞങ്ങൾ വ്യക്തമാക്കും. അതിനകത്തൊരു കോംപ്രമൈസും ഇല്ല. പക്ഷെ ഒന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്താം, അത് ഹാഷ്മിയോടുള്ളതാണ്. ഈ സിനിമാ മേഖലയിൽ മാത്രമല്ല ഈ സ്ത്രീപീഡനം നടക്കുന്നത് മാധ്യമരംഗത്തുമുണ്ട്. ഈ മാധ്യമരംഗത്ത് സ്ത്രീപീഡനം നടത്തിയ പലരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർ നടത്തുന്നത്. ഏത് മാധ്യമരംഗത്ത് ആരുണ്ടെങ്കിലും പുറത്തു വരണം സർ. ഏത് മാധ്യമരംഗത്ത് ആർക്കെതിരെ പരാതി ഉണ്ടെങ്കിലും അന്വേഷിക്കണം. മാധ്യമരംഗത്ത് ഒരു കമ്മിറ്റി വരട്ടെ, സാംസ്കാരിക മേഖലയിൽ കമ്മിറ്റി വരട്ടെ, രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ കമ്മിറ്റി വരട്ടെ, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വേട്ടക്കാരുണ്ടോ എന്ന് കമ്മിറ്റി കണ്ടെത്തട്ടെ. അതൊരു തുടക്കമാകട്ടെ. ഹേമ കമ്മിറ്റി തുടക്കമാകട്ടെ. ഇപ്പൊ താങ്കൾ പറയുകയാണ് എന്താണ് സുരേഷ് ഗോപി, ബി ഗോപാലകൃഷ്ണൻ, ഇതാണ് എന്റെ ആദ്യ ചോദ്യം. എന്റെ ഫസ്റ്റ് ചോദ്യം എന്താണ്? എന്റെ ഫസ്റ്റ് ചോദ്യം, സുരേഷ് ഗോപി കേരളത്തിലെ BJP-ക്ക് ബാധ്യതയായോ എന്ന് ചോദിക്കുകയാണ്. സുരേഷ് ഗോപി MP, BJP-യുടെ കേന്ദ്രമന്ത്രി, ഇവിടെ കേരളത്തിലെ BJP-ക്ക് ഒരു ബാധ്യതയാണോ എന്ന ചോദ്യത്തിന് ഇവിടെ ബി ഗോപാലകൃഷ്ണൻ പരോക്ഷമായി പറഞ്ഞത് ഒന്നാന്തരം ബാധ്യതയായി എന്നാണ്. അതിൽ പരം ബാധ്യതയായി എന്ന് പറയാൻ ബി ഗോപാലകൃഷ്ണൻ അല്ലാതെ പറയണ്ട. താങ്കൾ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല. വ്യക്തിപരമായ നിലപാടാണ്. ഞാൻ പറയാത്ത കാര്യം എന്റെ തലയെ വെക്കണ്ട. നിങ്ങൾ ആദ്യം ഒരു കാര്യം നിങ്ങൾക്ക് ബാധ്യതയുള്ള ചില മാധ്യമ പ്രവർത്തകരുണ്ട്.
അല്ല പറയട്ടെ, അല്ല ഞാൻ പറഞ്ഞത് ഏത് മേഖലയിലും സഹായിക്കുന്നുണ്ട്. ശരി, ഏത് മേഖലയിൽ വേട്ടക്കാരുണ്ടെങ്കിലും പുറത്തെടുത്തിടുന്നേ, അന്വേഷണം വരട്ടെന്നേ, താങ്കൾ പരാതി കൊടുക്കും. നിങ്ങളുടെ മേഖലയിൽ അല്ല ബി ഗോപാലകൃഷ്ണൻ പരാതി ഉണ്ടെങ്കിൽ പരാതി കൊടുത്തോ? അല്ല ബി ഗോപാലകൃഷ്ണൻ പരാതി ഉണ്ടെങ്കിൽ പരാതി കൊടുത്തോ? അതല്ലാതെ സുരേഷ് ഗോപി കേരള BJPക്ക് ബാധ്യതയാകുമോ എന്ന് ചോദിച്ചാൽ ഉത്തരം മുട്ടിയാൽ എടുത്തിട്ട് സാധനമല്ലാതെ ഇത് വേണം. ബി ഗോപാലകൃഷ്ണൻ ഹേമ കമ്മിറ്റി ഉണ്ടെങ്കിൽ വായിച്ചോ? ഹേമ കമ്മിറ്റി വായിച്ചോ? താങ്കൾ വായിച്ചോ? നിങ്ങൾ കുറെ നാളായി ശ്രമിക്കുന്നു. ഹേമ കമ്മിറ്റി താങ്കൾ വായിച്ചോ? ഹേമ കമ്മിറ്റി താങ്കൾ വായിച്ചോ? ഹേമ കമ്മിറ്റി താങ്കൾ വായിച്ചോ? ഗോപാലകൃഷ്ണ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഹേമ കമ്മിറ്റി വായിച്ചോ? ഞാൻ വായിച്ചു കഴിഞ്ഞു. എന്നാ അതിൽ പറയുന്നുണ്ട്, നിങ്ങളെക്കാൾ കൂടുതൽ വായിച്ചു. ശരി, എന്നാ അതിൽ പറയുന്നുണ്ട് ബി ഗോപാലകൃഷ്ണൻ, അതിൽ പറയുന്നുണ്ട്, പറഞ്ഞോട്ടെ, അതിൽ പറയുന്നുണ്ട്. ബി ഗോപാലകൃഷ്ണൻ താങ്കൾ വേട്ടക്കാരന് ചൂട്ടുപിടിക്കല്ലേ? ബി ഗോപാലകൃഷ്ണ വേട്ടക്കാരന് ചൂട്ടുപിടിക്കല്ലേ? ബി ഗോപാലകൃഷ്ണൻ ഞാൻ പറഞ്ഞോട്ടെ, ഹേമ കമ്മിറ്റി കൃത്യമായി പറയുകയാണ് എല്ലാ മേഖലയിലും പറയട്ടെ ബി ഗോപാലകൃഷ്ണ ഒന്ന് പറഞ്ഞോട്ടെ. ഹേമ കമ്മിറ്റി കൃത്യമായി പറയുകയാണ് എല്ലാ മേഖലയിലും ഇതുണ്ട്. പക്ഷേ ഇത്രത്തോളം പ്രിവലന്റ് ആയി നിൽക്കുന്ന അവസരത്തിന് ഇത്തരത്തിൽ സെക്ഷൽ ഫേവർ ചോദിക്കുന്ന ഏക മേഖല അത് സിനിമാ മേഖലയാണെന്ന് വെണ്ടയ്ക്ക നിരത്തിയേക്കാണ് ഹേമ കമ്മിറ്റി. എന്നിട്ട് വേട്ടക്കാരന് ചൂട്ടുപിടിക്കുന്ന നിലപാട് പറയല്ലേ ബി ഗോപാലകൃഷ്ണ? എല്ലാ മേഖല ഉണ്ടെങ്കിൽ എല്ലാ മേഖലയും പരിശോധിക്കാന്നേ. ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് നമുക്ക് മുന്നിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. ഏത് മേഖല ഉണ്ടെങ്കിൽ എന്തും അന്വേഷിച്ചോട്ടെ, ഒരു പ്രശ്ന കാര്യത്തിലില്ല. ഹേമ കമ്മിറ്റി പറയുമ്പോ താങ്കൾ മറ്റു മേഖല പറയുന്നുവെങ്കിൽ താങ്കൾക്ക് വേട്ടക്കാരനെ പറയുമ്പോ പൊള്ളുന്നു, അതാ പ്രശ്നം. ബി ഗോപാലകൃഷ്ണന്റെ വൈജു കൊട്ടക്കര അല്ലേ? ആണ്. അത് വേട്ടക്കാരന് ചൂട്ടുപിടിക്കലാണ്. അത് വേട്ടക്കാരന് ചൂട്ടുപിടിക്കലാണ് ബി ഗോപാലകൃഷ്ണൻ നിലപാട്. പുറത്തു വരണേ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ വന്നോട്ടെന്നേ. ആർക്ക് പേടി വരട്ടെ, ആർക്ക് പേടി വരട്ടെ സാറേ, ആർക്ക് പേടി വരട്ടെ, ആർക്ക് പേടി വരട്ടെ, രാഷ്ട്രീയ മേഖലയിൽ വരട്ടെ, എല്ലാ മേഖലയിലും വരട്ടെ. ഈ ഗോപാലകൃഷ്ണ ഒറ്റമുണ്ട് വൈജു കൊട്ടക്കര, ആർക്ക് പേടിയെന്ന് വരട്ടെ വന്നോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷെ ഹേമ കമ്മിറ്റി പറയുമ്പോ താങ്കൾ മാധ്യമ മേഖലയും സാംസ്കാരിക മേഖലയിൽ പോകുന്നുണ്ടെങ്കിൽ ബി ഗോപാലകൃഷ്ണൻ ഇന്നർ തോട്ട് വേട്ടക്കാരനൊപ്പമാണ്. മനസ്സിലായോ? ബി ഗോ ഇന്നർ തോട്ട് സുരേഷ് ഗോപിക്കൊപ്പമാണ്, വേട്ടക്കാരനൊപ്പമാണ്. മനസ്സിലായോ? വൈജു പറഞ്ഞു പൂർത്തിയാക്കും. ഇത് വേണം, അത് വേണം ആര് പറഞ്ഞു? വൈജു അതാ പറയുന്നത്, വേട്ടക്കാരനൊപ്പം നിൽക്കുന്നുകൊണ്ടാണ് തോന്നുന്നത്. അതിപ്പോ പറയാൻ തോന്നുന്നത്, അതിനെ സാമാന്യവൽക്കരിക്കാൻ ഇപ്പൊ തോന്നുന്നത്, അതിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ട് അത് സാമാന്യവൽക്കരിക്കാൻ ഇപ്പോൾ തോന്നുന്നത് താങ്കളുടെ ഉള്ളിലെ നിലപാട് വേട്ടക്കാരനൊപ്പമായതുകൊണ്ടാണ്. ബി ഗോപാലകൃഷ്ണ നിങ്ങൾ മുഖം മൂടി അഴിച്ചിട്ട് മുഖം മൂടി അഴിച്ചിട്ട് ബി ഗോപാലകൃഷ്ണ നമ്മുടെ ചർച്ചകളിലെല്ലാം ഞാൻ പറയാറുണ്ട്, ഒരു കാരണവശാലും ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന്. കാരണം രാഷ്ട്രീയം പറഞ്ഞാൽ ഇതിനകത്ത് പ്രതികളായി കമ്മിറ്റി റിപ്പോർട്ടിലെ പേരുകൾ പുറത്തു വന്നാൽ ഇവിടെ മാധ്യമ മേഖലയിലോ സാംസ്കാരിക മേഖലയിലോ രാഷ്ട്രീയ മേഖലയിലോ ലോകത്തെ ഏത് മേഖല അന്വേഷണം നടക്കട്ടെ, കമ്മിറ്റി വരട്ടെ, പുറത്തു വരട്ടെ. പക്ഷെ ഹേമ കമ്മിറ്റി പറയുമ്പോഴേക്കും ബാക്കി എല്ലാ മേഖലയിലേക്ക് പോകുന്ന ബി ഗോപാലകൃഷ്ണനെ പോലെയുള്ളവർ വേട്ടക്കാരന് ചൂട്ടുപിടിക്കുന്ന പണി കാണിക്കുകയാണ്. അല്ലേ വൈജു കൊട്ടക്കര? ആദ്യം 100% അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശ്രീ ബി ഗോപാലകൃഷ്ണൻ അങ്ങനെ പറയരുത് ശ്രീ ഗോപാലകൃഷ്ണൻ. അതായത് ഇങ്ങനെയുള്ള ഒരു സംഗതിയെ രാഷ്ട്രീയവൽക്കരിക്കരുത്. BJP ആണെങ്കിലും ശരി, CPM ആണെങ്കിലും നിങ്ങളെല്ലാവരും കൂടി രാഷ്ട്രീയവൽക്കരിച്ചാണ് ഇതിനെ ഈ കോലത്തിലാക്കിയത്. ഇപ്പോ പറയുന്നത് കേട്ടോ, എന്താണ് ഒരു കോൺക്ലേവ് നടത്തിയെങ്കിൽ രക്ഷിച്ചാളാണ് മലയാള സിനിമയെ. എങ്ങനെ കോൺക്ലേവ് നടത്തി രക്ഷിക്കും? ഈ കോൺക്ലേവിൽ സിനിമയ്ക്ക് കരട് നയം ഉണ്ടാക്കാൻ ഉണ്ടാക്കിയ കമ്മിറ്റി എടുത്തേക്കുന്നത് ആരൊക്കെയാ? സുപ്രീം കോടതി പോലും പിഴശിക്ഷ വധിച്ച പി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാണ് ഒന്നാം പ്രതി. ബഹുമാനപ്പെട്ട ശ്രീ ബി ഗോപാലകൃഷ്ണ, മുകേഷ് രക്ഷിച്ചത് നിങ്ങളുടെ MP ആണ്, BJPയുടെ MP ആണ്. മുകേഷിനൊപ്പം ഉളുപ്പില്ലാതെ നിൽക്കുന്ന നിങ്ങളുടെ MP ആണ് ബി ഗോപാലകൃഷ്ണൻ. ആദ്യം പോയി സുരേഷ് ഗോപിയെ തിരുത്തിട്ട് ഞങ്ങളെ തിരുത്ത് കേട്ടോ. ആദ്യം പോയി സുരേഷ് ഗോപിയെ തിരുത്ത്. നിങ്ങളുടെ MP യാ കൂടെ നിൽക്കുന്നേ.
മനസ്സിലായോ? അഡ്വക്കേറ്റ് ബി. മുകേഷ് ഗോപാലകൃഷ്ണൻ, എം എൽ എ. നിങ്ങളുടെ ബി ജെ പി മുകേഷ് വോട്ട് വാങ്ങി ജയിച്ച വോട്ട് വാങ്ങി ജയിപ്പിച്ച നിങ്ങളുടെ സുരേഷ് ഗോപി എം പി ആണ്, നിങ്ങളുടെ കേന്ദ്രമന്ത്രിയാണ് മുകേഷ് ഒപ്പം നിൽക്കുന്നത്. ആദ്യം ബി. ഗോപാലകൃഷ്ണൻ സുരേഷ് ഗോപിയെ തിരുത്ത്, എന്നിട്ട് തിരുത്താൻ വാ. മുകേഷ് വോട്ട് വാങ്ങി ജയിച്ചതല്ലേ? മുകേഷിന്റെ വോട്ട് വാങ്ങി ജയിച്ചതല്ലേ? മുകേഷ് വോട്ട് അതാ പറഞ്ഞേ, മുകേഷിനെ പിന്തുണയ്ക്കുന്ന നിങ്ങളുടെ എം പി വേറെ ആരും പിന്തുണയ്ക്കുന്നില്ല, CPM പോലും പിന്തുണയ്ക്കുന്നില്ല. ശരി, മുകേഷിനെ CPM പോലും പിന്തുണയ്ക്കുന്നില്ല. അവിടെ ജില്ലാ നേതൃത്വം തള്ളുക, അവിടെ ജില്ലാ നേതൃത്വം തള്ളുമ്പോൾ മുകേഷിനെ പിന്തുണയ്ക്കുന്നത് കെട്ടിപ്പിടിക്കുന്നത് നിങ്ങളുടെ BJP MP ബി. ഗോപാലകൃഷ്ണ.